+1 ഇംഗ്ലീഷ് ക്ലാസ്സിലെ ദ മിറർ വിത്തിൻ എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയമാണ് നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. നൗമി ഷിഹാബ് നൈ. ഷീ ഈസ് എ പാലസ്തീനിയൻ അമേരിക്കൻ പോയറ്റ്, ചിൽഡ്രൻസ് റൈറ്റർ, എസ്സേയിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ whose work reflects her upbringing and experiences as an Arab American. നൗമി ഷിഹാബ് നൈ ഒരു പാലസ്തീൻ അമേരിക്കൻ കവിയത്രിയും ബാലസാഹിത്യകാരിയും, ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന സാഹിത്യം, എസ്സേ എന്ന് പറഞ്ഞാൽ ഉപന്യാസമാണ്, ഉപന്യാസം എഴുതുന്ന ഒരു വ്യക്തിയും അധ്യാപികയുമായിരുന്നു. അവരുടെ കൃതികൾ ഒരു അറബ് അമേരിക്കക്കാരി എന്ന നിലയിൽ അങ്ങനെ വളർന്നതിനെയും അതിൻ്റെ അനുഭവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. Nai has won numerous honors for her contributions to literature for children and young adults, including the NSK Newsdat Award for Children's Literature in 2013. 2013 കുട്ടികളുടെ സാഹിത്യത്തിനുള്ള NSK ന്യൂസ്റ്റാറ്റ് അവാർഡ് ഉൾപ്പെടെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള സാഹിത്യത്തിനുള്ള സംഭാവനകൾക്ക് വേണ്ടി നൈക്ക് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. So much happiness by Naomi Shihab Nai. It is difficult to know what to do with so much happiness. അതായത് കുറേയധികം സന്തോഷം കൊണ്ട്, സോ മച്ച് ഹാപ്പിനെസ്, ഇത്രയധികം സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാൻ പ്രയാസമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് കുറേയധികം സന്തോഷമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ അത് അറിയുവാൻ പ്രയാസമാണ് എന്നാണ് തുടക്കത്തിൽ തന്നെ പോയിട്ട് പറയുന്നത്. വിത്ത് സാഡ്നസ് there is something to rub against, a wound to tend with lotion and cloth. ഒന്നാമത്തെ ലൈനിൽ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹാപ്പിനെസ് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ രണ്ടാമത്തെ ലൈനിൽ പറയുകയാണ്, സാഡ്നസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം. വിത്ത് സാഡ്നസ് there is something to rub against. റബ് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡീൽ എന്നാണ്. ഓക്കെ, സാഡ്നസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു കാരണം കാണും. ആ കാരണത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയും, പരിഹരിച്ച് നമുക്ക് സാഡ്നസ് മാറ്റുവാൻ കഴിയും. സാഡ്നസ്സിനെ ഇവിടെ പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു വൂണ്ടുമായിട്ടാണ്. എ വൂണ്ട് ടു ടെൻഡ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ് എന്നാണ്, അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ, ചികിത്സിച്ച് ഭേദമാക്കുക എന്നാണ്. വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്, നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണോ ഒരു ലോഷൻ കൊണ്ടും തുണി കൊണ്ടും എങ്ങനെയാണോ നമ്മൾ ടെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണോ ചികിത്സിച്ച് ഭേദമാക്കുന്നത്, അതുപോലെ നമുക്ക് ഒരു സാഡ്നസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണത്തെ കണ്ടെത്തി അതിനെ പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓവർ ടൈം നമുക്കാണെങ്കിൽ ആ സാഡ്നസ് മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. When the world falls in around you, you have pieces to pick up, something to hold in your hands like ticket stubs or change. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ തകർന്നു വീണാലും നിങ്ങൾക്ക് എടുത്തു പിടിക്കുവാൻ തകർന്നു വീണതിൽ നിന്നും എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ലഭിക്കും. അത് നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിക്കുവാൻ സാധിക്കും. എങ്ങനെയാണോ ടിക്കറ്റിൻ്റെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ബാക്കി വന്ന ചില്ലറക്കാശ് പോലെയോ, അതുപോലെ നിങ്ങളുടെ കയ്യിൽ പിടിക്കുവാൻ എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് കവി പറയുന്നത്. ടിക്കറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ കഷ്ണങ്ങൾ എന്നാണ് അർത്ഥം, ടിക്കറ്റിൻ്റെ ബാക്കി വന്ന കഷ്ണങ്ങൾ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ചില്ലറ ബാക്കി വാങ്ങുന്നത് പോലെ, ബാലൻസ് വാങ്ങുന്നത് പോലെയാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുമ്പോഴോ നിങ്ങൾ ആ തകർച്ചയിൽ നിന്ന് എന്തെങ്കിലും കയ്യിൽ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. ഒരു പ്രശ്നമുണ്ടായാലോ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലോ അതിനെല്ലാം ഒരു കാരണം കാണും. ആ കാരണത്തെ നമുക്ക് എടുത്ത് മുറുകെ പിടിക്കുവാൻ സാധിക്കും, നമ്മളുടെ കയ്യിലെടുത്ത് പിടിക്കുവാൻ സാധിക്കും. ഒരു ടിക്കറ്റ് സ്റ്റബ് പോലെയോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് പോലെയോ നമുക്ക് ആ കാരണത്തെ എടുത്ത് പിടിക്കുവാനും ആ കാരണങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും സാധിക്കുമെന്നാണ് കവി ഇവിടെ പറയുന്നത്. അങ്ങനെ ആ കഷ്ണങ്ങളാകുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്കതിനെ റിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒഴുകി നടക്കുന്ന ഒന്നാണ്. ഇറ്റ് ഡസൻ നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. അതിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം ഇല്ല. കാരണം ഹാപ്പിനെസ് എന്ന് പറയുന്നത് നാച്ചുറലാണ്, ഫ്ലോട്ടിംഗ് ആണ്. ഇറ്റ് ഡസൻ നീഡ് എനിത്തിങ്. അതിന് ഒന്നിൻ്റെയും ആവശ്യമില്ല, നിങ്ങളുടെ കെയറിൻ്റെയോ അറ്റൻഷൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. കുറേ അധികം ഹാപ്പിനെസ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല, പക്ഷേ സാഡ്നെസ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അത് ഒരു വൂണ്ട് പോലെയാണ്. അതുകൊണ്ട് നമുക്ക്
നമുക്ക് ലോഷനും ക്ലോത്തും കൊണ്ട് അതിനെയൊക്കെ പരിചരിക്കുന്ന പോലെ നമുക്ക് പരിചരിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകമാണെങ്കിൽ ഇടിഞ്ഞു വീഴുമ്പോഴും നിങ്ങൾക്ക് ബാക്കി വരുന്ന കഷ്ണങ്ങൾ കാണും. എന്തിനു വേണ്ടിയിട്ട്? വീണ്ടുമാണെങ്കിൽ ആ പ്രശ്നത്തെയാണെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാരണങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് സങ്കടങ്ങൾ മാറ്റുവാൻ സാധിക്കും. പക്ഷേ ഹാപ്പിനെസ് അങ്ങനെയല്ല. ആ ഹാപ്പിനെസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അത് നാച്ചുറലാണ്, അതിങ്ങനെ ഒഴുകി നടക്കുന്ന ഒന്നാണ്. അതിന് നിങ്ങളുടെ കെയറോ അറ്റൻഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. എന്തിനെ പോലെ? സാഡ്നെസ്സിനെ പോലെ എന്നാണ് കവി പറയുന്നത്. സാഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് അല്ല. അത് ഒഴുകി നടക്കുന്ന ഒന്നാണ്. അത് നാച്ചുറലാണ്. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. ഇവിടെ പോയിട്ട് ഹാപ്പിനെസ്സിനെ ഒരു പക്ഷിയെപ്പോലെ, ഒരു ബേഡുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ബേഡിനെ പോലെ തൊട്ടടുത്ത വീടിൻ്റെ മേൽക്കൂരയിൽ വന്നിരിക്കുകയും പാട്ട് പാടുകയും ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു, അതിന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ അത് ഡിസപ്പിയർ ആവുകയും ചെയ്യും എന്ന് പറയുകയാണ്. അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം, എന്നിട്ട് അതിന് ഇഷ്ടമുള്ളപ്പോൾ അതാണെങ്കിൽ തിരികെ പോവുകയും ചെയ്യും, അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും. എങ്ങനെയായാലും യു ആർ ഹാപ്പി എയ്തർ വേ. അതായത് ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലും ഇനി അഥവാ ഹാപ്പിനെസ് ആണെങ്കിൽ അവിടെ നിന്ന് പോയാലും നിങ്ങൾ ഹാപ്പിയാണ് എന്ന് പറയുകയാണ്. അതായത് ഹാപ്പിനെസ് നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് സങ്കടം വരുവാൻ, സാഡ്നെസ് വരുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് കാണും? ആ ഹാപ്പിനെസ് അവിടെ തന്നെ കാണും. അത് നാച്ചുറലാണ്, അത് അവിടെ തന്നെ കാണും എന്നാണ് പറയുന്നത്. Even the fact that you once lived in a peaceful tree house and now live over a quarry of noise and dust cannot make you unhappy. അപ്പോൾ ഇവിടെ ഒരു ഫാക്റ്റ് പറയുകയാണ്. അതായത് നിങ്ങൾ മുമ്പ് താമസിച്ചത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഒരു ട്രീ ഹൗസിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ആയിരിക്കും കൊണ്ടുവരുന്നത്, ഒരു കാംനെസ്, ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ഒരു ക്വാറി എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തെ ആ ശബ്ദങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ ആ ഡസ്റ്റ്, പൊടിപടലങ്ങളും അതെല്ലാം നിറഞ്ഞൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും അതിന് നിങ്ങളെ അൺഹാപ്പി ആക്കുവാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ പീസ്ഫുള്ളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ആ ട്രീ ഹൗസിൽ താമസിച്ചത് അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു വീട്ടിലും, കോറിയുടെ അടുത്തുള്ള ആ വീട്ടിലും നിങ്ങൾ താമസിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് നമ്മളുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നാച്ചുറലാണ്. അതുപോലെ തന്നെ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ളതാണ്. അതിനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊന്നും തന്നെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. Everything has a life of its own. It too could wake up filled with possibilities of coffee cake and ripe peaches. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ജീവനുണ്ട് എന്ന് കവി പറയുകയാണ്. അതിനും എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാത്തിനും വേക്കപ്പ്, അതായത് ഉയരുവാൻ സാധിക്കും. എങ്ങനെ? പോസിബിലിറ്റി, സാധ്യതകൾ നിറച്ചുകൊണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും നമ്മൾക്കാണെങ്കിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ഒരു സന്തോഷം കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? ഓഫ് കോഫി കേക്ക് ആൻഡ് റൈപ്പ് പീച്ചസ്. അതായത് കോഫി കേക്കും റൈപ്പ് പീച്ചസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന പ്ലഷേഴ്സാണ്. അപ്പോൾ അങ്ങനെ സാധാരണ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്? നമ്മൾക്ക് സന്തോഷം കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. And love even the flow which needs to be swept, the soiled linen and scratched records. സാധാരണ ജീവിതത്തിൽ, സാധാരണ ജോലികളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തി ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു മുറി അതെന്ത് ചെയ്യണം? അത് നമുക്ക് തൂക്കണം, സ്വെപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ജോലിയിൽ പോലും അദ്ദേഹം എന്ത് കണ്ടെത്തും? ഒരു സന്തോഷം കണ്ടെത്തുമെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഫ്ലോർ ആണെങ്കിൽ സ്വെപ്റ്റ് ചെയ്യുമ്പോൾ, ആ ഡസ്റ്റ് പിടിച്ച, പൊടി പിടിച്ച് ആ ഫ്ലോർ ആണെങ്കിൽ സ്വെപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പോലും അദ്ദേഹം ആണെങ്കിൽ സന്തോഷം കണ്ടെത്തും. ദ സോയിൽഡ് ലിനൻ ആൻഡ് സ്ക്രാച്ചഡ് റെക്കോർഡ്സ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഒരു തരം തുണിയാണ്, തുണിക്കഷ്ണമാണ്. അപ്പോൾ അഴുക്ക് പിടിച്ച, സോയിൽ എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ചൊരു തുണിക്കഷ്ണത്തിലും, അതേപോലെ തന്നെ സ്ക്രാച്ചഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാമഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിസ്ക് ഉണ്ട്, ഒരു റെക്കോർഡ്സ് ഉണ്ട്. അതാണ് സ്ക്രാച്ചഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതായത് വരകൾ വീണ ആ റെക്കോർഡ്സിൽ അതിൽ പോലും എന്ത് ചെയ്യും? അവരാണെങ്കിൽ സന്തോഷം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അതായത് സാധാരണപ്പെട്ട എല്ലാ കാര്യത്തിലും, ഈവൻ അതൊരു വേഴ്സ് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിലും, ഒരു മോശപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൽ നിന്നും അവർ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കും. അതായത് ഒരാളുടെ ഉള്ളിൽ സന്തോഷം എന്ന് പറയുന്നത് ഒന്നും കൊണ്ട് തന്നെ വരുന്നതല്ല, അത് നാച്ചുറലി അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്.
Since there is no place large enough to contain so much happiness, you shrug, you raise your hand, and it flows out of you into everything you touch. അതായത് സാധാരണപ്പെട്ട ഇല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അത് കുറേയധികം സന്തോഷമാവും, അത് സോ മച്ച് ഹാപ്പിനെസ് ആവും. അങ്ങനെ കുറേയധികം സന്തോഷം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലാണെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ഒരാളുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അത്രയധികം സന്തോഷം വെക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത്രമാത്രം സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ നിറയുമ്പോൾ, സാധാരണപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി അത്രമാത്രം സന്തോഷം, സോ മച്ച് ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ നിറയുമ്പോൾ, അത് നിങ്ങളുടെ ഉള്ളിൽ നിറച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കാരണം നിങ്ങളൊന്ന് ചുരുങ്ങുകയും, ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഷ്രഗ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം. നിങ്ങളൊന്ന് ചുരുങ്ങുകയും, യു റേസ് യുവർ ഹാൻഡ്, നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഉയർത്തി എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഒന്ന് ടച്ച് ചെയ്യും. മറ്റുള്ളവരെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ആ സന്തോഷം നിങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സന്തോഷവാന്മാരായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളിൽ നിന്നുള്ള സന്തോഷമാണെങ്കിൽ അവർക്ക് ഏറ്റുവാങ്ങുവാൻ സാധിക്കും. അതായത് നിങ്ങളുടെ സന്തോഷം അവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. You are not responsible. You take no credit, as the night sky takes no credit for the moon, but continues to hold it and share it, and in that way be known. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹാപ്പിനെസ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ, മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ, അതിന് റെസ്പോൺസിബിൾ ആരല്ല? നിങ്ങളല്ല എന്ന് പറയുകയാണ്. യു ടേക്ക് നോ ക്രെഡിറ്റ്, അതിനുള്ള അംഗീകാരം, അങ്ങനെ പകർന്നു കൊടുക്കുന്നതിനുള്ള അംഗീകാരമാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. എങ്ങനെയാണോ നൈറ്റ് സ്കൈ ആണെങ്കിൽ മൂണിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നൈറ്റ് സ്കൈ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആരെ കാണാൻ സാധിക്കുകയുള്ളൂ? മൂണിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. നൈറ്റ് സ്കൈയിലാണ് ആര് നിൽക്കുന്നത്? മൂൺ നിൽക്കുന്നത്. അപ്പോൾ ആ നൈറ്റ് സ്കൈയിൽ മൂൺ നിൽക്കുമ്പോൾ, ആ മൂൺ അവിടെ നിൽക്കുന്നതിന് നൈറ്റ് സ്കൈ ആണെങ്കിൽ എന്ത് ചെയ്യാറില്ല? ക്രെഡിറ്റ് എടുക്കാറില്ല, അംഗീകാരം എടുക്കാറില്ല. അങ്ങനെ വേണം നിങ്ങളും, അതായത് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ആണെങ്കിൽ പകർന്നു നൽകുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? അംഗീകാരം എടുക്കാൻ പാടില്ല. ആരെ പോലെ? ഒരു നൈറ്റ് സ്കൈ ആണെങ്കിൽ അംഗീകാരം എടുക്കാത്തതുപോലെ, മൂണിനെ ആണെങ്കിൽ അതിൽ നിർത്തുമ്പോൾ ഒരു അംഗീകാരം എടുക്കാത്ത ഒരു നൈറ്റ് സ്കൈയെ പോലെ നിങ്ങളുമാണെങ്കിൽ സന്തോഷം പകർന്നു കൊടുക്കുമ്പോൾ അംഗീകാരം എടുക്കരുത് എന്ന് പറയുകയാണ്. ആൻഡ് ഇൻ ദാറ്റ് വേ ബി നോൺ, നിങ്ങൾ അങ്ങനെയായിരിക്കണം അറിയപ്പെടേണ്ടത്, ഇല്ലെങ്കിൽ അറിയേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? നിങ്ങളാണെങ്കിൽ ഹാപ്പിനെസ് ആണെങ്കിൽ പകർന്നു നൽകണം. അതിനാണെങ്കിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കുവാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോയറ്റാണെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് ഏറ്റവും അവസാനമായിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, പങ്കിട്ട് നൽകണം എന്നാണ്. ഈ പാഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗീവിങ് എ ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റി ടു ആൻ ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റ്. ഇന്നാനിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധം, അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിവില്ലാത്ത, ഇല്ലെങ്കിൽ അനങ്ങുവാൻ സാധിക്കാത്ത ഒരു ഒബ്ജക്റ്റിന് ഹ്യൂമൻ്റെ ഒരു ക്വാളിറ്റി കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. ഹാപ്പിനെസ് ആണെങ്കിൽ മറ്റൊരു വീടിൻ്റെ റൂഫിൽ, മേൽക്കൂരയിലാണെങ്കിൽ വന്നിറങ്ങുകയും പാട്ട് പാടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതെല്ലാം ആർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്? ഹ്യൂമന് ചെയ്യാൻ കഴിയുന്നതാണ്, ഹ്യൂമൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. അതിനാണെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള കഴിവില്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ദ നൈറ്റ് സ്കൈ ടേക്സ് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. അതായത് ഇവിടെ സ്കൈ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണെങ്കിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് ഹ്യൂമൻസിനാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അംഗീകാരം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ എടുക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ നൈറ്റ് സ്കൈക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ ഷെയർ ചെയ്യുന്നത് നൈറ്റ് സ്കൈ ആണെങ്കിൽ എങ്ങനെയാണോ മൂണിനെ നിർത്തുന്നത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഹ്യൂമൻസിനാണ് ക്രെഡിറ്റ് എടുക്കാനുള്ള കഴിവുള്ളത്, നൈറ്റ് സ്കൈക്ക് അതിൻ്റെ കഴിവില്ല. അവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി നൈറ്റ് സ്കൈക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്, ഇറ്റ് ടു കുഡ് വേക്ക് അപ്പ് ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ്. അതായത് എല്ലാത്തിനുമാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുവാൻ സാധിക്കും. പോസിബിലിറ്റി, സാധ്യതകൾ കൊണ്ട് എഴുന്നേൽക്കാൻ, അതായത് സന്തോഷത്തിൻ്റെ സാധ്യതകൾ കൊണ്ട് മറ്റുള്ള എല്ലാത്തിനുമാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എഴുന്നേൽക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നു. എഴുന്നേൽക്കുക, വേക്കപ്പ് ചെയ്യാനുള്ള കഴിവൊക്കെ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ്റെ ക്വാളിറ്റിയാണ്.
അടുത്ത പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്നത് മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള, അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത്, അതായത് രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒന്ന് മറ്റൊന്നാണെന്ന് പറയുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് ആൻഡ് സെയിങ് വൺ ഈസ് ദി അതർ. അതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ മെറ്റഫറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ് ഇറ്റ് ഡസൻ നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. അതായത് ഹാപ്പിനെസ്സിനെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം അതിനെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് സാഡ്നെസ്സിനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് എ വൂണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. ഒരു വൂണ്ടിനെ, ഒരു മുറിവിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ലോഷനും ക്ലോത്തും കൊണ്ട് ടെൻഡ് ചെയ്യുന്നത്, അതേപോലെ നമുക്കാണെങ്കിൽ സാഡ്നെസ്സിനെയും എന്ത് ചെയ്യാൻ സാധിക്കും, ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അവിടെ സാഡ്നെസ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് വൂണ്ടുമായിട്ടാണ്. പിന്നെ ലാസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൻഡ് നൗ ലീവ് ഓവർ എ ക്വാറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ്. അതായത് ക്വാറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കയോട്ടിക് ലൈഫ്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഒരു മോശപ്പെട്ട ജീവിതത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്, ക്വാറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ് ആയിട്ടാണ്. മൂന്നാമതായിട്ട് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് സിമിലിയാണ്. സിമിലി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഇറ്റ്സ് എ കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തുപയോഗിക്കും, അവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിക്കും. അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒന്ന് മറ്റൊന്നിനെ പോലെയാണെന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയും, അതാണ് സിമിലി. കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ആൻഡ് ആസ്. ലൈക്കും ആസും കൊണ്ട്, ലൈക്ക് അല്ലെങ്കിൽ ആസ് കൊണ്ട്, ലൈക്ക് ഓർ ആസ് കൊണ്ട് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ് ലൈക്ക് ടിക്കറ്റ് സ്റ്റബ്സ് ഓർ ചേഞ്ച്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം അടർന്നു വീഴുമ്പോഴും തകർന്നു വീഴുമ്പോഴും നിങ്ങൾക്കാണെങ്കിൽ എന്തുണ്ട്, കുറേ അധികം പീസസുകൾ കിട്ടും. എന്തിനു വേണ്ടിയിട്ട്, പിക്കപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട്. ആ എടുക്കുന്ന ആ കഷ്ണങ്ങളെ ആണെങ്കിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് അതെങ്ങനെയുള്ള കഷ്ണങ്ങളാണ്, ആ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ലൈക്ക് ടിക്കറ്റ് സ്റ്റബ്സ് ഓർ ചേഞ്ച് ആണ്. അവിടെ ലൈക്ക് കൊണ്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഒരു ടിക്കറ്റിൻ്റെ കഷ്ണങ്ങൾ പോലെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില്ലറ കാശ് പോലെയോ, തിരിച്ചു കിട്ടുന്ന ചില്ലറ കാശ് പോലെയോ നമ്മൾക്കാണെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കാൻ കഴിയുന്ന കുറേയധികം കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ കുറേയധികം കഷ്ണങ്ങളെ അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെയാണ് ആ തകർന്നു വീഴുന്ന ആ കഷ്ണങ്ങളും എന്ന് പറയുന്നത്. നമുക്ക് കയ്യിലെടുത്ത് പിടിക്കുവാൻ സാധിക്കുമെന്ന് പറയുകയാണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യു ടേക്ക് നോ ക്രെഡിറ്റ് ആസ് ദ നൈറ്റ് സ്കൈ ടേക്സ് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ. അതായത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷം പകർന്നു കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല, അംഗീകാരം എടുക്കാൻ പാടില്ല. എങ്ങനെ, ആസ് ദ, അതായത് ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഹാപ്പിനെസ്സിന് എടുക്കുന്ന ആ ക്രെഡിറ്റിനെ ആരുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, നൈറ്റ് സ്കൈയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. നൈറ്റ് സ്കൈ എങ്ങനെയാണോ ക്രെഡിറ്റ് എടുക്കാതിരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളും ക്രെഡിറ്റ് എടുക്കാതിരിക്കുക എന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അടുത്ത പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്നത് ഇമേജറിയാണ്. ഇമേജറീസ് ആർ ദ വേർഡ്സ് വിച്ച് അപ്പീൽസ് ടു അവർ സെൻസസ്. അതായത് നമ്മളുടെ സെൻസസിനെ അപ്പീൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആകർഷിക്കാനോ അല്ലെങ്കിൽ ഉണർത്തുവാനോ സാധിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇമേജറീസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഇമേജറീസ് ഉണ്ട്. വിഷ്വൽ ഇമേജറിയും ഉണ്ട്, ഓഡിറ്ററി ഇമേജറിയും ഉണ്ട്. ഈ വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾക്കത് ആ ഒരു ഇമേജ് നമ്മളുടെ മനസ്സിലാണെങ്കിൽ തെളിഞ്ഞു വരും. അതായത് ടിക്കറ്റ് സ്റ്റബ്സ് ഓർ ചേഞ്ച്, സോയിൽഡ് ലിനൻ ആൻഡ് സ്ക്രാച്ച് റെക്കോർഡ്സ്, നൈറ്റ് സ്കൈ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷ്വൽ ഇമേജറി നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരുമെന്ന് പറയുകയാണ്. രണ്ടാമതായിട്ടുള്ളത് ഓഡിറ്ററി ഇമേജറിയാണ്. ഓഡിറ്ററി ഇമേജറിക്ക് അത് എക്സാമ്പിൾ വരുന്നത് സിംഗിങ് ആണ്. പിന്നെ ആൻഡ് കോറി ഓഫ് നോയ്സ്, അതായത് ഹാപ്പിനെസ് ആണെങ്കിൽ സിംഗ് ചെയ്യുന്നു, പിന്നെ കോറി ഓഫ് നോയ്സ്, അതൊക്കെ ഓഡിറ്ററി ഇമേജറിക്ക് ഒരു എക്സാമ്പിളാണ്. പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അവസാനത്തെ പോയറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് എൻജായ്മെൻ്റ് ആണ്. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടിന്യൂഷൻ ഓഫ് എ സെന്റൻസ് വിത്തൗട്ട് എ പോസ് ഓർ പങ്ക്ച്വേഷൻ ബിയോണ്ട് ദ എൻഡ് ഓഫ് എ ലൈൻ ഓർ സ്റ്റാൻസ. അതായത് ഒരു ലൈൻ കഴിഞ്ഞാലും, ഒരു പോയത്തിലെ ഒരു ലൈൻ കഴിഞ്ഞാലും ആ ലൈൻ കണ്ടിന്യൂ ചെയ്ത് അടുത്ത ലൈനിലേക്കും വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിൻസ് ദെയർ ഈസ് നോ പ്ലേസ് ലാർജ് ഇനഫ് ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്. അത് രണ്ട് ലൈനാണെങ്കിലും അതെന്താണ്, ആ ആദ്യത്തെ ലൈനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത്തെ ലൈനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
പാഠഭാഗം മനസ്സിലായെങ്കിൽ ഒരു കമൻ്റ് ഇടുക. ഇതേപോലുള്ള കൂടുതൽ പാഠഭാഗങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.